Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? കേക്കട്ടെ വിശേഷങ്ങളൊക്കെ. എനിക്ക് നല്ല വിശേഷം വേണം. വിശേഷം. കയ്യിൽ പൊട്ടല് വേണം. എന്ത് പറ്റി കയ്യിന്? കയ്യില് ബോൾ അടിച്ചത്, ക്രിക്കറ്റ് ബോള്. ക്രിക്കറ്റ് ബോൾ കളിച്ചു, ക്രിക്കറ്റ് ഒക്കെ കളിച്ചു അല്ലേ? ഓ, എന്നിട്ട് എന്ത് ചെയ്തു? പ്ലാസ്റ്റർ കിട്ടോ? പ്ലാസ്റ്റർ ഇട്ടിയാണ്. ശരി. അപ്പൊ ഇനിയിപ്പോ എത്ര നാള് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്? അത് 1 month. എത്ര ദിവസം? 1 month. ഒരു മാസം അല്ലേ? നന്നായിട്ട് കെയർ ചെയ്യണം അല്ലേ? ഓ, ഏത് കയ്യാ? ലെഫ്റ്റ്. ഓക്കെ. പിന്നെ വേറെ വിശേഷങ്ങള്? സൂസമ്മ സുഖമായിട്ടിരിക്കണോ? ടീച്ചർ. അവിടെ കിടന്നൊക്കെ കാണണേ? എന്താണ്? സൂസമ്മയുടെ വിശേഷം കേക്കട്ടെ. സൂസമ്മ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല മിസ്സേ. ഊണൊക്കെ കഴിച്ചു? ഊണ് കഴിച്ചു. ഡിഗ്രിയുടെ എക്സാം നടക്കാണ് ഇപ്പൊ, അതിന്റെ തിരക്കിലാണ്. ഏത് സെമസ്റ്റർ? ഫോർത്ത് സെം. അപ്പൊ നന്നായിട്ടൊക്കെ എഴുതണം കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു. ഇത്രയും കഴിഞ്ഞ സെമസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായി? കഴിഞ്ഞത് ഫസ്റ്റും സെക്കൻഡും വന്ന്, റിസൾട്ട് വന്ന് എല്ലാം കിട്ടി. തേർഡിന്റെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ചെലവുണ്ടല്ലേ സൂസമ്മയുടെ? അല്ലേ? മിസ് ഞങ്ങക്ക് എങ്ങനെയാ ചെലവ് ചെയ്യാ സൂസമ്മ? എനിക്ക് നല്ല ടൈം വേണം. ഈ മാസം ടൂർണമെന്റ് വെച്ചിരുന്നത് അതെല്ലാം പോയി. വീട്ടിൽ ഇത് തന്നെ കഷ്ടായിപ്പോയി. ഈ മാസം ലാസ്റ്റ് ടൂർണമെന്റ് ആയിരുന്നു നമുക്ക്. നീ കളിക്കാൻ പറ്റില്ല, ഈ കൈ വെച്ച് കളിക്കാൻ പറ്റില്ല. സൂക്ഷിക്കണ്ടോർന്നില്ലേ? സൂക്ഷിക്കാതിരുന്നിട്ടല്ലേ ബോള് ചാടി പിടിക്കാൻ നോക്കിയത് വേണം, കിട്ടിയില്ല. പക്ഷെ കയ്യിലൊന്ന് അടിച്ചിട്ട് പോയി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു അല്ലേ? പിന്നെ വെള്ളം നനയില്ലെന്ന് പറഞ്ഞു. വെള്ളം നനയുമെങ്കിൽ ഇത് ശകലം ഇതായിട്ട് ഇത് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കട്ടോ. ഓ മാഡം. മായ എന്തൊക്കെയുണ്ട്? സുഖായിരിക്കണം മാഡം. മാഡം എന്തോ? ഊണൊക്കെ നന്നായിട്ട് കഴിച്ചോ? കഴിച്ചു. എന്റെ ഒരു സന്തോഷം കാണാനുണ്ട്. മാഡത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സേ അത് പോസ്റ്റ് ചെയ്തത് മാറിയിട്ടുണ്ടോന്ന് അറിയില്ല. വേറെ ബാച്ചിലെ ക്ലാസ് ആണോ ഇട്ടേക്കണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ നമുക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അവിടെ ചോദിക്കാം കേട്ടോ അവരോട്. എനിക്ക് 3 മണിക്ക് ശേഷം കയറാൻ പറ്റിയില്ല. അപ്പൊ ഞാനത് കാണാൻ വേണ്ടി വേറെ ബാച്ച്. അല്ലല്ലോ, ഒന്നും കൂടിയൊക്കെ പറയുമല്ലോ. എന്തായാലും കേട്ടോ. ഓക്കെ. ഞാൻ നോട്ട്സ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അത് കണ്ടില്ലായിരുന്നോ? ഇല്ല, ഞാൻ ഇന്ന് നോക്കിയതാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് കഴിഞ്ഞിട്ട് 2-3 പേരെ എനിക്ക് അയച്ചു തന്നു. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ. അവിടെ കിടന്നൊക്കെയാണല്ലേ കാണണേ? മാഡം ഫോണിലാണോ ക്ലാസ് എടുക്കണം, അതോ ലാപ്ടോപ്പിലാണോ? ഫോണിലാണോ? സിസ്റ്റത്തിൽ തന്നെ ക്ലാസ് എടുക്കണേ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വിച്ചും ദാറ്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്
പറഞ്ഞു അല്ലെ. The uses of which and that. കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടി ഞാൻ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. കാരണം ചിലവർക്ക് എന്തേ പറ്റിയിട്ടില്ല, കിട്ടിയിട്ടില്ല അല്ലെ. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. വിച്ച് ആൻഡ് ദാറ്റ് എപ്പോഴാണ് നമ്മൾ വിച്ചും ദാറ്റും ഉപയോഗിക്കുന്നത്? അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഉത്തരങ്ങള്, അതായത് ഒരു സെന്റൻസിന്റെ എപ്പോഴും തൊട്ട് മുമ്പിൽ, ഡാഷിന് തൊട്ട് മുമ്പിൽ അല്ലെങ്കിൽ തൊട്ട് പിന്നാലെ വരുന്ന പദത്തിനനുസരിച്ചാണ് നമ്മള് എന്ത് ചേർക്കാം? ദാറ്റും വിച്ചൊക്കെ ചേർക്കുക. അപ്പോ ഒരു സെന്റൻസ് കഴിഞ്ഞാല് ഞാൻ പല പ്രാവശ്യവും ഇത് എഴുതിയതാണ്. They opposed the motion dash was proposed by the rival group. They opposed. Opposed mean എതിർത്തു അല്ലെ. They opposed the motion. Motion means the theory ആണ്. മോഷൻ തിയറി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. ചല നിയമങ്ങളാണ്. Dash was proposed by rival group. Proposed by the rival group. Rival group എന്താണ്? ആരെതിർത്തു എന്നാണ് പറഞ്ഞത്? ഏത് തിയറി എതിർത്തു? മോഷൻ തിയറിയെ എതിർത്തു എന്നുള്ളതാണ് അല്ലെ. ഏത് റൈവൽ ഗ്രൂപ്പ് അല്ല, റൈവൽ ഗ്രൂപ്പ് ചെയ്ത ആ മോഷൻ തിയറി അവരെതിർത്തു എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോ ഇവിടെ ഡാഷിന് മുന്നില് വരുന്ന ഈ മോഷൻ എന്ന് പറയുന്നത് അതൊരു തിയറി ആയതുകൊണ്ട് അത് ഒരു മനുഷ്യനാണോ? നോ അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ആനിമേറ്റ്. It's an animal. No, അല്ലേ? Animal, no, animate അല്ലേ? ജീവനുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഇറ്റ് ഈസ് an inanimate അല്ലേ? ഇതൊരു ഇൻഅനിമേറ്റ് ആണ്, ജീവൻ ഇല്ലാത്തതാണ് അല്ലെ തിയറീസ് അല്ലെ. അപ്പോ അതുകൊണ്ട് ജീവനില്ലാത്തതും അൺഹ്യൂമൺ ആയിട്ടുള്ളതും ഇൻഅനിമേറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള വസ്തുക്കൾക്ക് മുന്നിലായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു എന്താണ് ഈ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് എന്ന് പറയുന്നത് ഡാഷിന് തൊട്ട് മുന്നിലെയോ തൊട്ട് പിന്നിൽ വരുന്ന എന്തനുസരിച്ച് നൗൺ ഫോം അല്ലെ. അത് ഏതാണെന്ന് നോക്കിയിട്ട് അത് മനുഷ്യനാണോ അല്ലെങ്കിൽ എന്താണ് അതിന് ജീവനുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ഈ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. ഓക്കെ ആയില്ലേ? ഓക്കെ ഓക്കെ. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് തന്നാലോ? വിച്ചും ദാറ്റും കൂടി ഇരിക്കട്ടെ. എക്സാമിന് ഒരുമിച്ച് അങ്ങോട്ട് തന്നു. ഏത് ഓപ്ഷൻ നിങ്ങൾ എടുക്കുമെന്നറിയാം. അപ്പൊ ഒരു സെന്റൻസ് അല്ലെ, ആ സെന്റൻസില് ഞാൻ എന്താണ് ദിസ് റോഡ്, ദിസ് ഈസ് ദ റോഡ് dash takes you to the railway station അല്ലെ. നമ്മൾ പല പ്രാവശ്യം എഴുതിയതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ് എക്സാമ്പിൾ. you to the railway station. നിങ്ങൾ എങ്ങോട്ടേക്കാണ് ആ റോഡ് കൊണ്ടുപോകുന്നത്? റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അല്ലേ. അപ്പൊ ദിസ് ഈസ് ദ റോഡ് എന്നത് അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? റോഡ് എന്നുള്ളത് എന്താണ്? ജീവനുണ്ടോ റോഡിന്? ഇന്നാനിമേറ്റ് ഇല്ല അല്ലെ. അനിമേറ്റ് ആണോ? അത് ഇൻആനിമേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഏതെല്ലാം ഉപയോഗിക്കാം? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. ഇത് രണ്ടും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഒരു കോമ ഇട്ട് കഴിഞ്ഞാല് എന്തായിരിക്കും? മുന്നേ ഒരു തെറ്റിക്കരുത് കേട്ടോ, തെറ്റിക്കരുത്. ദാറ്റിന് മുന്നേ അല്ല, ഡാഷിന് മുന്നേ ഒരു കോമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ
വിച്ച് ചേർക്കണം. ആ ഇങ്ങനെ കേട്ടോ, ഇത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ആ സ്പെസിഫിക്കേഷൻ Madam. നോക്കണം. ആ മാഡം വേറെ എക്സാമ്പിൾ ദ ബുക്ക് വിച്ച് യു ലെറ്റ് മീ വാസ് ഫാസിനേറ്റിംഗ്. എന്താണ് ദി ബുക്ക് വിച്ച് യു ലെറ്റ് മീ വാസ് ഫാസിനേറ്റിംഗ്. ദ ബുക്ക് വിച്ച് യു ലെൻഡ് മീ വാസ് ഫാസിനേറ്റിംഗ്. ആ fascinating. അതില് ഇവിടെ വന്നിട്ടുണ്ടോ ഒരു ഇത് ദ ബുക്ക് എന്നുള്ളതിന് എന്തുണ്ടാവും? ചിലപ്പോ കോമ ഉണ്ടാവും അവിടെ. കോമയുണ്ട് മാഡം, PSC ക്ലാസ്സിൽ പഠിച്ചത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കോമ ഉണ്ടാവും അവിടെ. ആ അപ്പൊ കോമ കണ്ടിട്ട് അപ്പൊ ആ ബുക്ക് എന്ന് പറയുന്ന ബുക്കിന് ജീവനില്ലല്ലോ. ഇല്ല. ഇല്ല അല്ലേ? അപ്പൊ അത് എന്താണ്? ഒരു ഹ്യൂമൻ ബീയിങ് അല്ല എന്ന് മനസ്സിലായി, അതിന് ജീവനില്ലാത്ത മനസ്സിലായി. അപ്പോ ആ ഡാഷിന് മുന്നിൽ ഒരു കോമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണമെന്ന് പഠിച്ചോളൂ. എന്തുപയോഗിക്കണം കേട്ടോ, മറക്കരുത് കേട്ടോ ആരും. PSCക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് വിച്ചും തരും ദാറ്റും തരും. എന്നിട്ട് നിങ്ങളോട് പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളോട് പല പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചോദിക്കും. നിങ്ങൾ വിചാരിക്കും ഡാറ്റ ആണെന്ന് ചോദിച്ച് ഡാറ്റ് ചെയ്തു വെക്കും, പക്ഷേ അവിടെ വിച്ചായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ഡാറ്റ എവിടേക്ക് ഉപയോഗിക്കണം അറിയോ? ഡാറ്റ എവിടേക്ക് ഉപയോഗിക്കും? This is the house that we bought last year. This is the house. This is the house. അത് അല്ല, നമുക്ക് ചില നിയമങ്ങളുണ്ട് ഡാറ്റ ഉപയോഗിക്കാനായിട്ട്. പിന്നെ ആ നിയമങ്ങൾക്കനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്തോട്ടെ, എല്ലാവരും ക്ലാസ് എടുക്കുമ്പോ എല്ലാവരും മൈക്ക് മ്യൂട്ടായിരിക്കണം കേട്ടോ. പറയുമ്പോ മാത്രം എന്താണ് എല്ലാവരും അൺമ്യൂട്ട് ആക്കി വെക്കാം കേട്ടോ. മറ്റുള്ളവർക്ക് എന്തുണ്ടാക്കരുത്, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ. ഈ റിലേറ്റീവ് പറഞ്ഞ പറഞ്ഞ എക്സാമ്പിൾ ഇങ്ങനെ വരില്ലേ മാഡം? ദിസ് ഈസ് ദ ഹൗസ് ദാറ്റ് വി ബോട്ട് ലാസ്റ്റ് ഇയർ എന്നും പറഞ്ഞ്. എന്താണ് ഈ റിലേറ്റീവ് പ്രോണിന് പറഞ്ഞ എക്സാമ്പിൾ എന്നാണ് അന്ന് നമ്മളെ പഠിപ്പിച്ചത് എക്സാമ്പിൾ ആയിട്ട്. ദിസ് ഈസ് ദ ഹൗസ് ദാറ്റ് വി ബോട്ട് ലാസ്റ്റ് ഇയർ. അത് എക്സാമ്പിൾ ആയിട്ട് വരില്ലേ റിലേറ്റീവ് പ്രോണോണിന്റെ? റിലേറ്റീവ് പ്രോനൗണ്ട അവിടെ ഇതില്ലേ? റിലേറ്റീവ് പ്രോനൗൺ ഓൾസോ അവിടെ ഇൻക്ലൂഡഡ് അല്ലേ? ആണ്. അപ്പൊ പിന്നെ എന്ത് റിലേറ്റീവ് പ്രോനൗണിന്റെ ഇതിൽ തന്നെ വരുന്ന സെന്റൻസ് ആണ് കേട്ടോ. റിലേറ്റീവ് ഹൂ, ഹൂം, ആൻഡ് ദാറ്റ്. ഇതെല്ലാം റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. വൈ, വാർ കേട്ടോ, വാട്ട്, വിച്ച്, വയർ, ഹൂസ്, ഹൂം, ഹൂ, ഇതെല്ലാം റിലേറ്റീവ് പ്രോനൗൺസ് ആണ് കേട്ടോ. അടുത്തത് ഈ ദാറ്റിന് ചില നിയമങ്ങളുണ്ട്. ദാറ്റ് അങ്ങനെ ഇങ്ങനെ ഒന്നും ആരുടെയും ഇതിലൊന്നും നിൽക്കൊന്നുമില്ല. ദാറ്റ് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുള്ളൂ. ആ ദാറ്റ് ഒന്ന് ആ സെന്റൻസില് സൂപ്പർലേറ്റീവ് ഡിഗ്രി വേണം അല്ലെ? ചില സംഭവങ്ങളൊക്കെ കൊടുത്താൽ മാത്രമാണ് ആര് നിൽക്കുള്ളൂ? ദാറ്റ് അല്ലെ? അല്ലാതെ ദാറ്റിന് അവിടെ ഇവിടെ എങ്ങും എന്താണ് ദാറ്റ് ഈ പറയുന്ന പോലെ എന്താണ് വല്ലയിടത്തൊക്കെ ചെന്നു ദാറ്റൊന്നും നിൽക്കൊന്നുമില്ല. എന്ത് വേണം അവിടെ? ആ സെന്റൻസിൽ ആര് വേണം? ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി കാണണം അല്ലെ? എന്നാൽ മാത്രമാണ് ദാറ്റ് അവിടെ വരുള്ളൂ. ഏതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ആളെ ഒന്ന് പറയാട്ടോ. സൂപ്പർലേറ്റീവ് സിൻഡോ സണ്ണി ഒരു എക്സാമ്പിൾ എങ്കിലും പറഞ്ഞ് എനിക്ക് തന്നാൽ മതി. സിൻഡോ പറഞ്ഞോളൂ. എന്നെ പഠിച്ചിട്ടുള്ളതല്ലേ നമ്മള്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയൂ സിൻഡോ. അറിയാവുന്ന ഒരു എക്സാമ്പിൾ, തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. മേഡം ഞാൻ പറയാം മേഡം. പിന്നെ ഞാൻ പറയാൻ ശ്രമിക്കട്ടെ കേട്ടോ. അങ്ങനെ നോക്കട്ടെ, ഓരോരുത്തരൊന്ന് നോക്കട്ടെ, എന്നിട്ട് ബിനോയ്ക്ക് അവസരം തരാൻ ഞാൻ. ബിനോയ് മ്യൂട്ട് ചെയ്യൂ.
സന ഫാത്തിമ. പറഞ്ഞോളൂ സന. അല്ലേ, adjective forms ആണ് അല്ലേ? അറിയില്ല മാം. അറിയില്ല അല്ലേ? അഡ്ജക്റ്റീവ്സുകളാണ് അല്ലേ, അഡ്ജക്റ്റീവ് ഫോംസുകളെയാണ്, ഫോംസിന്റെ വേരിയേഷൻസ് ആണ് നമ്മളിവിടെ എന്തായിട്ട് എന്താണ് പോസിറ്റീവ് ഡിഗ്രി എന്നും കമ്പാരിറ്റീവ് എന്നും സൂപ്പർലേറ്റീവ് എന്നൊക്കെ തരംതിരിച്ചിരിക്കുന്ന ഒരു ഡിഗ്രി, ഓരോ ഡിഗ്രീസ് ആണ് അല്ലേ? ഇപ്പോ ഒരാള് ഗുഡ് എന്നുള്ളത് ഒരു ക്വാളിറ്റി ആണ് അല്ലെ? ഗുഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഫോം ആണ്. ഷീസ് എന്താണ് ഹീസ് വെരി ഗുഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ ആ വ്യക്തിയുടെ ക്വാളിറ്റി ആണ് ആ ഗുഡ് എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെ ആ ഒരു ഗുഡ് എന്ന് പറയുന്ന ഒരു കമ്പാരിറ്റീവിലേക്ക് വരുമ്പോൾ അല്ലെ, ഒന്ന് താരതമ്യം ചെയ്യുമ്പോഴേ എന്താ വരിക? എന്താ ഹീസ് ബെറ്റർ അല്ലേ? ഗുഡ്, ബെറ്റർ. സൂപ്പർലേറ്റീവ് എന്താ അതിന്റെ? ബെസ്റ്റ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഹീസ് എ ഗുഡ് മാൻ അല്ലെ? അവൻ നല്ലൊരു മനുഷ്യനാണ് അല്ലെ? ഇനി ഞാൻ പറയുന്നത് ഹീസ് ബെറ്റർ ദാൻ യു അല്ലെ? എന്താണ്? അവൻ നിങ്ങളെക്കാൾ നല്ലതാണ് അല്ലെ? ഒരു കമ്പാരിസൺ ആണ് അല്ലെ? അത് കമ്പാരിറ്റീവ്. അതിലേക്കാൾ ഏറ്റവും ഉയർന്ന പടിയിലാണ് ഈ സൂപ്പർലേറ്റീവ് നിൽക്കുന്നത്. ഹീസ് ബെസ്റ്റ് അല്ലെ? അവൻ ഏറ്റവും നല്ലതാണെന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിക്കും ഹിസ് ബെസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ പറയാം താജ്മഹൽ ഈസ് ടാളർ ദാൻ കുത്തബ് മിനാർ എന്ന് പറഞ്ഞു അല്ലെ? താജ്മഹൽ ഈസ് ടാളർ ദാൻ കുത്തബ് മിനാർ എന്ന് പറഞ്ഞു. യു അഗ്രി വിത്ത് മീ? മിനോയ്, ഹലോ, ടോളസ്റ്റ് ടോളർ അല്ല, ടോളസ്റ്റ്. അപ്പോ ഹിസ് ടാൾ അല്ലെ? ഞാൻ പറയാം അല്ലെ, അവൻ പൊക്കമുള്ളതാണ് അല്ലെ? അവന് പൊക്കമുള്ള ആളാണ് അല്ലെ? പിന്നെ പറയാം ഈസ് ടാളർ ദാൻ ഹിം അല്ലെ? ടാളർ ദാൻ യു അല്ലെ? നിന്നേക്കാൾ പൊക്കം കൂടുതലുണ്ട് അവന് എന്ന് പറയാം. ഹിസ് വെരി ടാളസ്റ്റ് അല്ലെ? ഏറ്റവും പൊക്കമുള്ള ആൾ എന്ന നിലയില് നമുക്ക് എന്ത് പറയാം? ടാളസ്റ്റ്. അപ്പോ മനസ്സിലായോ? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോ നമ്മുടെ ഈ ദാറ്റ് ആരെ കണ്ടാൽ മാത്രമേ വരുള്ളൂ? ആരെ കണ്ടാൽ കണ്ടാൽ മാത്രമാണ് ആർക്ക് വരാനായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവുള്ളൂ? സൂപ്പർലേറ്റീവ് അല്ലേ? അല്ലാതെ അല്ലെ? അല്ലാതെ സൂപ്പർലേറ്റീവ് അങ്ങനെ ഇങ്ങനെ ഒന്നും വരികയൊന്നുമില്ല. അപ്പോ സൂപ്പർലേറ്റീവ് ഹീസ് the best speaker. Dash is available in Kerala. കേരളത്തില് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് സ്പീക്കറിൽ അവനാണ് അല്ലെ? അപ്പോ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് തന്നിട്ട് പറയാണ്, വിച്ചും ദാറ്റും തന്നിട്ട് പറയാണ് നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഉപയോഗിക്കണം? ഉപയോഗിക്കും അല്ലെ? കാരണം എന്താ ദാറ്റ് ഉപയോഗിക്കാൻ കാരണം എന്താ? ആരുണ്ട് അവിടെ? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട് അവിടെ അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം? ദാറ്റ് എന്ന് ചേർക്കാൻ പാടുള്ളൂ, അവിടെ വിച്ചെന്ന് ചേർക്കരുത്. ഓക്കെ ഓക്കെ ഇല്ലേ? ഓക്കെ. ഇനി ചില അടുത്ത കണ്ടീഷനുണ്ട്. അടുത്ത കണ്ടീഷനായിട്ടാണ് ആര് വരുന്നത്? ദാറ്റ് വരുന്നത് അല്ലെ? ഓരോ കണ്ടീഷൻസ് വെച്ചിട്ടാണ് അല്ലെ? എവരിബഡി, everyone, nobody, nothing,
no one, much, any, all, little, only, same. ഇത്രയും വേർഡിനെ കണ്ടു കഴിഞ്ഞാല് ആര് ഹാപ്പിയാണ്? ആരാ ഹാപ്പിയുടെ? അല്ലേ? ദാറ്റിന് ആരൊക്കെ കാണണം? എവരിബഡിനെ കാണണം, എവരിവണിനെ കാണണം, നോബഡിനെ കാണണം, നത്തിങ്ങിനെ കാണണം, നോവണിനെ കാണണം, മച്ച്, എനി, ഓൾ, ലിറ്റിൽ, ഓൺലി, സെയിം അല്ലേ? ആ ഇത്രയും പാർട്ടികളെ കണ്ടാൽ മാത്രമാണ് ദാറ്റിന് ഇത്തിരി സന്തോഷം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ദാറ്റ് അത്ര വലിയ സന്തോഷവാനൊന്നും ആവൂല അല്ലെ? ഇത്രയും പേരല്ലേ, ഇതിൽ ഒരാളെ കുറഞ്ഞാലൊന്നും ദാറ്റിന് ഇഷ്ടാവില്ല അല്ലെ? ആ അപ്പൊ ആരെയൊക്കെ കാണണം? ആരെയൊക്കെ കാണണം? മഞ്ജുഷ, മഞ്ജുഷ, മഞ്ജുഷേ, മഞ്ജുഷ ഇല്ലേ ഇവിടെ? ഉറങ്ങിപ്പോയാ? ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു ഉറക്കമൊക്കെ വന്നോ? ഉച്ച ഉറക്കമൊക്കെ വന്നാ? മഞ്ജുഷ, ആ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടെ? മഞ്ജുഷ, ആരൊക്കെ കാണണം ദാറ്റിന്? വായിച്ചോളൂ മഞ്ജുഷ. Everybody, every me, nobody, nothing, no, me, any, no me, not any, all, little, only, some, സമ്മല്ല സെയിം എന്നാണ്. same, same. എന്തൊക്കെ ഒരു ഉഷാറില്ലാത്ത? ഊണൊന്നും കഴിച്ചില്ലേ? Yes, ma'am. Yes. എന്താണ് ഒരു ഉഷാറില്ലല്ലോ പറഞ്ഞിട്ടിട്ട്? എവരിബഡി, എവരി മീ, നോബഡി, നത്തിങ്, നോൺ, മച്ച്, എനി, ഓൾ, ലിറ്റിൽ, ഒൺലി, സെയിം. ഓക്കെ. സൂര്യ, Yes, ma'am. ഒന്ന് വായിച്ചോ. Everybody, everyone, nobody, nothing, no one, much, any, all, little, only, same. ഓക്കെ അല്ലേ? ഇതിനെയൊക്കെ ആർക്ക് കാണണം? ദാറ്റിന് കാണണം അല്ലേ? കേട്ടിട്ടുണ്ടാവും. ഓൾ ഡാഷ് ലിറ്റേഴ്സ് ഈസ് നോട്ട് ജോർജ്. അവിടെ എന്താ വന്നത്? ഓളിനെ കണ്ടു അല്ലേ? ഓള് കണ്ടാൽ ഉടനെ ദാറ്റ് ചേർക്കുക. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വേറൊരു കാര്യം കൂടി ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു തന്നോളാം, പറയാം കേട്ടോ. അത് ഇതൊന്ന് ആൻസർ ചെയ്യണേ. നിത്യ, നിത്യ അയ്യപ്പൻ, നിത്യ, നിത്യ. യെസ് മാം. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നിത്യ ഒന്ന് വായിച്ചിട്ട് ഒന്ന് പറഞ്ഞു. പായൽ saw a snake dash എന്ത് വേണം? ഡാഷ് ദി dash she thought would bite. അതെ അല്ലേ? ആ പായൽ ആരെയാണ് കണ്ടത്? സ്നേക്കിനെ. സ്നേക്കിനെ കണ്ടു അല്ലേ? dash she thought. നമ്മൾ പറഞ്ഞു മനുഷ്യനല്ലാത്ത ജീവികളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എന്ത് ചേർക്കാം അല്ലെ? വേറെന്നുള്ളത് ഇവിടെ പറ്റുമോ?
വേറില്ല അല്ല. അല്ല, വേറെ വെട്ടി ഞാൻ. വെന്നോ? വെന്നു അല്ല. അല്ല. വിച്ച് സോ ആണോ? സോയും അല്ല. അപ്പൊ ബാക്കി ആരാ ഉള്ളത്? വിച്ച്. വിച്ച് അല്ലെ? എന്തുകൊണ്ടാണ് വിച്ച് വന്നത്? സ്നേക്ക്. സ്നേക്ക് വന്നതുകൊണ്ട് അല്ലേ? അതെ. സ്നേക്ക് എന്താണ്? മനുഷ്യനല്ലാത്തൊരു ജീവിയാണ് അല്ലേ? അവ വന്ന രീതിയിൽ നമുക്ക് വിച്ച് ചേർക്കാമെന്ന് നമ്മള് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ ചോദിക്കണാണ് പറയുന്നേ. അതുൽ കൃഷ്ണ. അതുൽ. പറഞ്ഞോളൂ അതുൽ. ക്വസ്റ്റ്യൻ വായിക്കൂ അതുൽ. Toyota company that has some factories all over the world. All over the world അല്ലേ? ഇവിടെ ഞാൻ എന്ത് ചേർക്കണം? ഞാൻ ഇത് തന്നില്ല അല്ലേ? എനിക്ക് എന്തൊക്കെ ഇതിനകത്തുനിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും? ഇതിനകത്തുനിന്ന് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? ദാറ്റ് വെട്ടാം അല്ലേ? വെട്ടിക്കോട്ടെ. പിന്നെ ഏത്? വെൻ വെട്ടി. വേറെ വെട്ടി. വിച്ച് കൊടുത്തു അല്ലേ? കാര്യം വിച്ച് കൊടുക്കാണ്ടായ കോമ ഇട്ടു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ആര്യ ഷാജി. മേഡം ഈ പെണ്ണ് കഴിഞ്ഞിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് എന്താണ് എഴുതിക്കണത്? ഈസ് ആണോ? I asked. പറയൂ ആര്യ ഷാജി, പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറ. ഡാഷിന് മുന്നിൽ കിടക്കുന്നത് എന്താണ് ആര്യ? ബിനോയ്ക്ക് നല്ല ഇട്ടിതരോട്ടം ഞാനിവിടെ. ആരാണ് പറഞ്ഞ പൂന്ന് പറഞ്ഞത്? അതുലെ മാട്ടെന്ന് പറഞ്ഞ എന്താണ് അതുലെ? ആര്യ ഷാജി. എന്റെ ക്വസ്റ്റ്യനും പോയി. എന്റെ ക്വസ്റ്റ്യൻ ഞാൻ രണ്ടാമത് എഴുതണോ ഇനി? ക്വസ്റ്റ്യൻ എഴുതണോന്ന്? എന്താണെന്ന് പറഞ്ഞേ. ആര്യ ഷാജി എവിടെ? വേണ്ട, നമുക്ക് അടുത്ത ആര്യ കൃഷ്ണനെ വിളിക്കാം. ആര്യ കൃഷ്ണൻ. ഞാൻ അവിടെ എന്ത് ചേർക്കണം? ഓപ്ഷൻ ആയിട്ട് എന്താണ്?
ആ ദാറ്റ് വെരി ഗുഡ് കേട്ടോ. അവിടെ എന്താണ് പെൻ എന്താണ്? പെന്നിന് ജീവനുണ്ടോ? ഇല്ല. ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് വിച്ചല്ലെങ്കിൽ ദാറ്റ് ചേർക്കാം. ഓപ്ഷനിൽ ദാറ്റ് ആണെന്നത്. അപ്പൊ നമ്മൾ ദാറ്റ് ചേർക്കും. എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ ഇപ്പോ? ഓക്കെ ഇല്ലേ? ഇനി ചിലത് ദാറ്റ് മാത്രമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ എവരിബഡി, എവരിവൺ, നോബഡി എന്നൊക്കെ പറഞ്ഞില്ലേ? അതുപോലെ എവരിവൺ, നോബഡി, no one, everybody എഴുതിയില്ലല്ലേ? എവരിബഡി, എവരിവൺ, all. ഇതിനൊക്കെ ഒരാൾക്ക് കൂടി ഇഷ്ടമാണ്. ദാറ്റിന് വളരെ ഇഷ്ടമാണെങ്കിൽ പോലും ആർക്ക് കൂടി ഇയാൾ ഇഷ്ടമാണ്? ഈ ഒരു 5 വേർഡുകളെ ഹൂ എന്നതിന് കൂടി ഇഷ്ടമാണ്. ആർക്കും കൂടി ഇഷ്ടമാണ് അല്ലെ? ആ അപ്പൊ ഈ പദങ്ങൾ മുൻപിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദാറ്റ് മാത്രം ചേർക്കാന്നുള്ള ഒരു നിയമമില്ല. ഹൂ എന്നുകൂടി ചേർക്കാം. കാര്യം എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഗ്രാമർ എന്നതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പഠിച്ചു അല്ലെ? ഗ്രാമർ എന്താണ്? ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് ആണ് അല്ലെ? ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ്. എങ്ങനെയാണ് ആ റൂൾസ് ആൻഡ് മാനേഴ്സ് മോഡുലേറ്റഡ് അല്ലെ? എന്തിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്യുന്നു? അക്കോർഡിംഗ് ടു റൂൾസ് അല്ലെ? റൂൾസിനനുസരിച്ച് നമുക്കത് മോഡുലേറ്റ് ചെയ്യപ്പെടും അല്ലെ? അതുകൊണ്ടാണ്. അപ്പോ ആ ഒരു തിയറി അനുസരിച്ച് ഈ പറയുന്ന വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് മാത്രമല്ല ചേർക്കേണ്ടത്, എന്തുകൂടി ചേർക്കാം? ഹൂ എന്നത് കൂടി നമുക്ക് ചേർക്കാം. എക്സാമ്പിൾ, every one of the students dash publish the seminar must come അല്ലെ? everyone കണ്ടു കഴിഞ്ഞാല് നമുക്ക് എന്തും ചേർക്കാം, ദാറ്റ് അല്ലെങ്കിൽ ദാറ്റ് ചേർക്കാം അല്ലെ? നമുക്ക് ഇവിടെ അർത്ഥം വരുന്നത് every one of the students അല്ലെ? എന്താണ്? ഓരോ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം? ആരാണോ അവരെന്ത് ചെയ്യണം? ആരെ? പബ്ലിഷ് ദ സെമിനാർ മസ്റ്റ് കം അല്ലെ? ആരൊക്കെയാണോ എന്തിനു വന്ന് സെമിനാറിലെ പേര് പബ്ലിഷ് ചെയ്തിരിക്കുന്നു അവരൊക്കെ എന്തിൽ വരണം? എന്താണ്? അവരൊക്കെ ആ സെമിനാറിൽ പങ്കെടുക്കണം അല്ലെ? തീർച്ചയായിട്ടും പങ്കെടുത്തിരിക്കണം എന്നല്ലേ മീനിങ് വന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ദാറ്റ് മാത്രമല്ല പകരം എന്തുകൂടി ചേർക്കാം? എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു പബ്ലിഷ് ദ സെമിനാർ മസ്റ്റ് കം. ഓക്കെ ആണോ? ആരും വേണ്ടാത്ത കേൾക്കണില്ലേ? ആ എന്നിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഹു പബ്ലിഷ്. അപ്പൊ അവിടെ ദാറ്റ് മാത്രമല്ല എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് ദാറ്റ് പബ്ലിഷ് ദ സെമിനാർ മസ്റ്റ് കം എന്നല്ലെങ്കിൽ എന്തുകൂടി ചേർക്കാം? എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഹു പബ്ലിഷ് ദ സെമിനാർ മസ്റ്റ് കം എന്നുകൂടി ചേർക്കാം. കേട്ടില്ലേ? ഇത്തരം വേർഡ്. അപ്പോ ഞാൻ ചോദിക്കാണ്, ഹൂ എന്തിനെ റെഫർ ചെയ്യുന്നു? ഐഷ യൂസഫ്, ഹൂ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓക്കെ, വെരി ഗുഡ്. ഹൂ ആണെങ്കിലോ ആരേന്? അല്ല, പേഴ്സണെ തന്നെയാണ്. ഒന്നിൽ കൂടുതൽ പേരുന്നില്ല. ആരെ എന്നൊക്കെ പറയുമ്പോ അല്ലെ? ആരുടെ അല്ലെ? ഹൂം, ആരെ എന്ന് ഉദ്ദേശിച്ചല്ല. അപ്പൊ ഒരു പേഴ്സണെ തന്നെയാണ് കേട്ടോ.
പേഴ്സൺ കേട്ടോ. refers to people or a person. പിന്നെ whose, പൊസിഷൻസ്, പൊസിഷൻസ് അല്ലേ. that തിങ്, പീപ്പിൾസ് ആൻഡ് ആനിമൽ. that ആണെങ്കിൽ people, things, ആനിമൽ. PTA കേട്ടോ. ഇനി which ആണെങ്കിലോ, which ആണെങ്കിൽ ആനിമൽ. ഒബ്ജക്ട്സ് കേട്ടാ. ഇനി when ആണെങ്കിലോ, where ആണെങ്കിലോ പ്ലേസ് അല്ലേ. പ്ലേസ്. when ആണെങ്കിൽ ടൈം. why, reason, what, തിങ്സ്. ഇതിനെയും ഐഡിയയും അല്ലെ, രണ്ടിനെയും സൂചിപ്പിക്കും. ഇത്രയും കാര്യങ്ങള് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ഓക്കെ അല്ലോ. ബിനോയ് മനസ്സിലായി? ചിഞ്ചു ചിഞ്ചു മനസ്സിലായി. ജസ്റ്റിന് വല്ല സംശയമുണ്ടോ? ജസ്റ്റിൻ ജോർജ് മേഡം ഒന്ന് നോട്ട് തരാൻ പറ്റുമോ മേഡം? നോട്ട് തരാം. ഓക്കെ. വാട്ട് എന്ന് പറയുമ്പോ തിങ്സും ആയിക്കൂടെ? എന്തിനെ എന്ന് ചോദിക്കത്തില്ലേ? എന്ത് വാട്ട് എന്ന് പറയുമ്പോ തിങ്സ് ആയിക്കോട്ടെ, തിങ്സിനെയും കൂടെ സൂചിപ്പിക്കത്തില്ലേ? തിങ്സ്. ശരിയാണ് ഐഡിയ. ഞാൻ പറഞ്ഞില്ലേ തിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? പറഞ്ഞായിരുന്നു മാഡം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ജസ്റ്റിൻ, where is Justin? Justin ഇനി my uncle lives in Chennai. He is 7. ഇത് ഞാൻ ഇങ്ങനെ റിലേറ്റീവ് പ്രോണൗൺ വെച്ചെഴുതും. ജോബിമോൾ ജോസ്. ജോബിമോൾ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഇവിടെ മൈ അങ്കിൾ ആണ് അല്ലെ, ഒരു പേഴ്സൺ ആണ് അല്ലെ. പേഴ്സൺ ആകുമ്പോൾ നമ്മൾ എന്ത് റിലേറ്റീവ് പ്രോണൗൺ ചേർക്കണം? ഏത് റിലേറ്റീവ് പ്രോണൗൺ ചേർക്കണം ജോബി മോളെ? ശരിയാണ്, പറഞ്ഞോളൂ. ഹൂ അല്ലെ. പേടിച്ചിരിക്കുന്നോട്ട് പറയണേ, ധൈര്യമായിട്ട് പറയൂ, ഉറപ്പിച്ചു പറയൂ. ഹൂ അല്ലെ. അപ്പോ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? മൈ അങ്കിൾ, my uncle lives in Chennai. Who is Chennai, who is 70 അല്ലേ? who is 70. പക്ഷേ അതങ്ങോട്ട് ശരിയാവണുണ്ടെന്നൊക്കെ തോന്നണുണ്ടോ? അങ്ങോട്ട് ഇത് കിട്ടണില്ല അല്ലെ. പറയാമെങ്കിൽ പോലും അതിനൊരു ഇത് കിട്ടണില്ല അല്ലെ. ആ ഒരു ഫ്ലോയിങ് അല്ലെ അവിടെ എവിടെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. ആ ഒരു ഫ്ലോ അവിടെ നഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാ? ഇതെന്ത് ചെയ്യാം? നമുക്ക് എന്തെഴുതാം? ഇവിടെ ആരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അങ്കിൾ. അങ്കിൾ അല്ലെ. അപ്പോ മൈ അങ്കിൾ, ആ ഒരു നൗൺ ഫോം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെഴുതാം? നമ്മൾ കൊടുക്കാൻ പോയ പ്രോനൗൺ ഏതാ? റിലേറ്റീവ് പ്രോനൗൺ ഏതാ? മൈ അങ്കിൾ ഹൂ. പിന്നെന്ത് ചെയ്യാ? ഹൂ ഈസ് 70
വീണ്ടും അങ്കിള് ആവർത്തിക്കണോ? വേണ്ട അല്ലെ? ആ റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാനാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? ആ lives in ചെന്നൈ. ഒന്ന് വായിച്ചു നോക്കിയേ. ഗ്രാൻഡ് ഇംഗ്ലീഷ് അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. ബിനോയേ എന്താണ് വായിക്കണില്ലേ? ഒന്ന് വായിച്ചേ ബിനോയ്. My uncle lives in Chennai. My uncle? My uncle who is എത്ര ഏജാ? 17 lives in Chennai. ഓക്കെ അല്ലേ? My uncle who is 70 lives in Chennai. ഓക്കെ. ഇതൊന്ന് ഫസീല ഇക്കെ ഒന്ന് പറഞ്ഞു നോക്കേ. A man who works at post office. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. I know a man who works at post office. പോസ്റ്റ് ഓഫീസ് എന്ന് നമുക്ക് പറയാം അല്ലേ? ഓക്കെ. എന്നാൽ വേറൊരു രീതിയിൽ പറയാലോ. I know a man എന്നുള്ളതാണ് ഇവിടെ എന്ത് വരുന്നത്? നോൺ ഫോം ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് ഞാൻ അറിയുന്ന ഒരു മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലേ? ഞാൻ അറിയുന്ന മനുഷ്യൻ എന്താണ്? ഈ വർക്ക്സ് അറ്റ് പോസ്റ്റ് ഓഫീസ് അല്ലേ? അയാൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അത് തന്നെയാണ് ആൻസർ വരിക. I know a man. പറഞ്ഞോളൂ ഫസീല. Who works at post office. I know a man who works at post office. I know a man who works at post office. Okay. I know a man who works at a post office. അല്ലേ? നമ്മളപ്പോ ഈ ഹീയൊക്കെ ഒന്നും നമുക്ക് വേണ്ട ഇവിടെ. അതൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് റിലേറ്റീവ് പ്രൊനൗൺ ആയ ഹൂ ചേർത്തത്. ധന്യ കണ്ണൻ. ധന്യ പറഞ്ഞോളൂ ധന്യ. I visited my friend. She was sick. I visited my friend who was sick. ശരി. ഇനി വേറെ ഏതെങ്കിലും അർത്ഥത്തില് നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റുമോ? ഗീതു. ഗീതു പറ്റോ? വേണ്ട, അത് നമുക്ക് പറയാൻ പറ്റൂല. I visited my friend. She was sick എന്ന് തന്നെയാണ് കേട്ടോ. ഫർസാന, ഫാരിസ. ഫാരിസ വി കെ. Yes, ma'am. ഒന്ന് പറഞ്ഞേ. She is my aunt who was sitting next to me. Was sitting next to me അല്ലേ? ഇപ്പോ ഞാൻ വന്നു എന്താണ്? അവൾ എന്റെ ആന്റിയാണ്. അവൾ എന്റെ ആന്റിയാണ്. who was sitting next to me അല്ലേ? അതാണ് എന്റെ അടുത്ത് ഇരുന്നത്. വേറൊരു തരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ലേ? എന്റെ അടുത്തിരിക്കുന്നത് ആരാണോ അവളാണ് എന്റെ ആന്റി എന്ന് പറയാൻ പറ്റില്ലേ? She was my auntie. She was sitting next to me. She who was sitting next to me. She was sitting next to നമ്മൾ me. ഇവിടെ ആരെ എന്താണ്
ആരെ ഇങ്ങനെ പറയുന്നത്? നമ്മള് ഷീ അല്ലേ? She അവളെ was sitting കുറിച്ചാണ് next to നമ്മള് me. അല്ലേ? അപ്പൊ ആ Is my ഷീ aunt. ആദ്യം എഴുതാം അല്ലേ? ഷീ എഴുതി കഴിഞ്ഞാല് തൊട്ട് അല്ലെ, തൊട്ട് പിന്നെ അതിനുശേഷം വരുന്ന എന്തായിരിക്കുള്ളൂ സുരഭി? Who ഷീ ഹൂ who was sitting next to me is my aunt. ഷീ ഹൂ വാസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ ഈസ് മൈ ഓണ്ട് അല്ലേ? മനസ്സിലായോ? ഷീ ഹൂ വാസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ ഈസ് മൈ ഓണ്ട്. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ബിന്ന ബിന്ന Yes, ma'am. മനസ്സിലായോ ബിന്ന? മനസ്സിലായി. പിന്നെ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. നിന്നോടെ കേട്ടോ, അവിടെ നിൽക്കട്ടോ, പിന്നെ പോവല്ലേ. ഇതെങ്ങനെയാ? My friend who lives in Spain visiting India this Sunday. വെരി ഗുഡ് അല്ലേ? മുട്ടിക്കീഴായി പോയല്ലോ അല്ലെ? ഞാൻ ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല. മൈ ഫ്രണ്ട് ഹൂ ലീവ്സ് ഇൻ സ്പെയിൻ visiting India this Sunday. Okay, very good. അപ്പൊ എല്ലാവർക്കും എളുപ്പമായെന്ന് എനിക്ക് അറിയാം അല്ലെ? എല്ലാവരും ഒരുവിധമൊക്കെ പഠിച്ചില്ലേ? അത് പഠിച്ചോ ഇല്ലയോ? പഠിച്ചു മാം. സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ. അടുത്തത്, നിങ്ങൾ റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? റിലേറ്റീവ് ക്ലോസ്. ഈ റിലേറ്റീവ് ക്ലോസ് രണ്ട് തരത്തിലുണ്ട് അല്ലെ? ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്. ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ് അല്ലേ? അത് കൃഷ്ണൻ കേൾക്കണുണ്ടോ? അവിടെ ഉറങ്ങിപ്പോയോ? കേൾക്കുന്നുണ്ട്. ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്, ടു ടൈപ്സ്. ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്. ഈ ഡിഫൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നെസസറി അല്ലേ? ഗിവ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നെസസറി. അത്യാവശ്യമായിട്ടുള്ളത് എന്താണോ നമുക്ക് ആവശ്യം, ആ ആവശ്യമായിട്ടുള്ള അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കും. എന്നാൽ നോൺ ഡിഫൈനിങ്ങിൽ എന്താണ്? നേരെ തിരിച്ചാണ്. ഗിവ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നോട്ട് നെസസറി അല്ലേ? അതിന് എന്തില്ല? ഒരു എന്താണ് ഇൻഫർമേഷൻ അല്ലേ? എന്താണ് അതിന് വേണ്ടത്? എന്താണ്? ഗിവ്സ് മോർ ഇൻഫർമേഷൻ ഒന്നും തരേണ്ട കാര്യമൊന്നും അതിനില്ല. അതാണ് നോൺ ഡിഫൈനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ റിലേറ്റീവ് ക്ലോസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്. ഡിഫൈനിങ് give information that is necessary അല്ലേ? gives information that is necessary അല്ലേ? എന്നാൽ നോൺ ഡിഫൈനിങ്ങിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? gives information that is not necessary അല്ലേ? ഓക്കെ. പിന്നെ അപ്പോ അതായത് മൈ ബ്രദർ, എക്സാമ്പിൾ ആണോ മാഡം? yes, my brother who lives in China is visiting for Christmas. My brother who lives in
ചൈന അല്ലെ, ഈസ് വിസിറ്റിംഗ് ഫോർ ക്രിസ്മസ് അല്ലെ. അപ്പൊ എന്റെ ബ്രദർ എവിടെയാണ്? ചൈനയിലാണ്. എവിടെ എന്താണ്? വിസിറ്റിംഗ് ഫോർ എന്താണ്? ക്രിസ്മസിന് വരുന്നു എന്നതാണ് അല്ലെ. ഇവിടെ മൈ ബ്രദർ എന്നുള്ളത് എന്റെ സഹോദരൻ എന്നുള്ളതിലെ മറ്റൊന്ന് നമുക്ക് അത് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയ ഒരു സെന്റൻസ് ആണ് അല്ലെ. എന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ അതിനപ്പുറം നമുക്ക് എന്തില്ല? ബിനോയ് മ്യൂട്ട് ചെയ്യണം കേട്ടോ. മൈ ബ്രദർ അതിനപ്പുറം നമുക്ക് എന്തില്ല? ബിനോയ് മൈ ബ്രദർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തില്ല? അതിന് അപ്പുറം എന്താണ്? ഒരു ചോദ്യം നമുക്കുണ്ടോ? നമുക്ക് എന്റെ സഹോദരൻ എന്റെ സഹോദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ചോദിക്കാനുണ്ടോ? ഇല്ല അല്ലെ. കറക്റ്റ് ആയിട്ട് ആ സെന്റൻസിന്റെ മീനിങ് അവിടെ എത്തിക്കഴിഞ്ഞു. കംപ്ലീറ്റ് ആണ് മൈ ബ്രദർ. അപ്പോ അത് മെയിൻ ക്ലോസ് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. അത് ഒരു മെയിൻ ക്ലോസ് ആണ്. ഇനി ഹൂ ലിവ്സ് ഇൻ ചൈന വിസിറ്റിംഗ് ഫോർ ക്രിസ്മസ് അല്ലെ. എന്താണ്? ആരാണ് അവിടെ താമസിക്കുന്നത്? അപ്പൊ മൈ ബ്രദറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നില്ല. നമ്മളിവിടെ മൈ ബ്രദർ എന്ന് പറയുന്ന എന്താണ് അതിവിടെ ഇല്ല എന്ന് വിചാരിക്കും. മൈ ബ്രദർ എന്ന് പറയുന്നില്ല. ഹൂ ലിവ്സ് ഇൻ ചൈന ഇസ് വിസിറ്റിംഗ് ഫോർ ക്രിസ്മസ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ആര് അല്ലെ? ആരാണ് ചൈനയില്? ആര് വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു വരൂലേ? വരോ ഇല്ലയോ? വരും അല്ലെ. അപ്പൊ ആ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? അല്ല, കംപ്ലീറ്റ് ആണ്. തരുന്നില്ല അല്ലെ. അല്ലെ, അത് ദാറ്റ് ഇസ് നോട്ട് ഗിവ്സ് ആൻ എന്താണ് ഇൻഫർമേഷൻസ് അല്ലെ. ദാറ്റ് മീൻ നെസസറി അല്ലെ. നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അത് നൽകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് നോൺ ഡിഫൈനിങ് ആണ്. ഇവിടെ മൈ ബ്രദർ എന്ന് പറയുന്നത് ഡിഫൈനിങ് ക്ലോസ് ആണ്. അതായത് അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? എന്താണ്? മൈ ബ്രദർ എന്ന് പറഞ്ഞാൽ നോൺ ഡിഫൈനിങ് ആണ്. ഈ ഇത് ഹൂ ലിവ്സ് ഇൻ ചൈന ഇത് നോൺ ഡിഫൈനിങ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് എന്ത് കിട്ടുന്നില്ല അവിടെ? അതിന്റെ കംപ്ലീറ്റ് ആയുള്ള ഒരു അർത്ഥം നമുക്ക് അവിടെ കിട്ടുന്നില്ല. മൈ ബ്രദർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നു? ഡിഫൈനിങ് ആണ് അല്ലെ. നമുക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ തന്നു കഴിഞ്ഞത്. ഓക്കെ ഇല്ലേ? അടുത്ത എക്സാമ്പിള് ഇത് ഡിഫൈനിങ് ആണോ നോൺ ഡിഫൈനിങ് ആണോ എന്ന് പറയാമോ? അതിന്റെ അർത്ഥം ഒന്ന് എന്തുകൊണ്ടാണ് ഡിഫൈനിങ് ആണെന്ന് പറയാൻ കാരണം? ഇവിടെ അതാണ് അവർ സ്റ്റിൽ നീഡ് ടു ഫിനിഷ് ദർ ടെസ്റ്റ് അല്ലെ. നമുക്ക് ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള ഒരു എന്താണ് ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു. എന്താണ്? നീഡ് ടു ഫിനിഷ് ദർ ടെസ്റ്റ് അല്ലെ. അവരുടെ ടെസ്റ്റ് അവര് പാസ്സാകണം അല്ലെ, ഫിനിഷ് ചെയ്യണം എന്നുള്ളത് അവിടെ തന്നു കഴിഞ്ഞു. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ അല്ലേ തന്നത് അല്ലേ? നമുക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ അവിടെ തന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് ആരൊക്കെയാണ് അവരെന്ത് ചെയ്യണം? അവര് ആ ടെസ്റ്റ് ഫിനിഷ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇത് ഡിഫൈനിങ് ആണ്. ഓക്കെ, ഇതാണ് ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ് വെർബ്സ് എന്ന് പറയുന്നത്, ക്ലോസസ് എന്ന് പറയുന്നത്. ഇനി ഒരു ക്ലോസില് വേറൊന്ന്, ഹി കെയിം വെൻ I was studying. ഞാൻ എന്താണ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അല്ലെ. ഹി കെയിം അവൻ വന്നു. എപ്പോഴാണ് വന്നത്? when I was studying. ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വന്നത് അല്ലെ. ഞാൻ ഇത് എന്ത് ചെയ്യുന്നു? രണ്ടാക്കുകയാണ്. ഈ എന്താണ് വാക്കുകൾ എന്ത്? ഈ സെന്റൻസിനെ രണ്ടാക്കി. ഹി കെയിം എന്നും when I was studying. ഹി കെയിം എന്ന് പറയുമ്പോൾ അവൻ എന്താണ്? രേഷ്മ അവൻ വന്നു അല്ലെ. അവൻ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ?
കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടോ? അവൻ വന്നു. ഇല്ല ഇല്ല നോട്ട് കംപ്ലീറ്റ് ഇല്ല ഇല്ല. അവൻ വന്നു, അവൻ പോയി. മീനിങ് ഉണ്ട്. ഇല്ലേ? കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് ആണ്. ഹി കെയിം, അവൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ അതിനോട് ചോദിക്കാനുണ്ടോ? അവൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാ വന്നതെന്ന് ചോദിച്ചാൽ അവനാണ് വന്നത് അല്ലേ? അവൻ വന്നു അല്ലേ? പക്ഷെ രണ്ടാമത്തെ സെന്റൻസ് ഒക്കെ അപ്പൊ അത് എന്താണ്? അത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ അത്. കേട്ടോ? അതായത് S+V കോംബോയിൽ നിൽക്കുന്ന ഒരു ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസുമാണ്. എന്നാൽ നോക്കൂ, വെൻ ഐ വാസ് സ്റ്റഡിങ് അല്ലെ? വെൻ ഐ വാസ് സ്റ്റഡിങ് അല്ലെ? ഇവിടെ എന്തുണ്ട്? ഇവിടെ ഐ ഉണ്ട്, എന്താണ്? സബ്ജക്റ്റ് ഉണ്ട്, ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, ഓക്സിലറി വെർബ് ഉണ്ട്, വെർബ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ സെന്റൻസ് വെൻ ഐ വാസ് സ്റ്റഡിങ് അല്ലെ? ഞാൻ എപ്പോ വന്നപ്പോൾ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നമ്മൾ ഈ സെന്റൻസ് നോക്കേ വേണ്ട അല്ലെ? ഇതൊന്നും നോക്കാതെ ഹി കെയിം എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. ഹി കെയിം കളഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ് എന്ത്? വെൻ ഐ വാസ് സ്റ്റഡിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? അല്ല. അല്ല. കാരണം എന്താണ്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നില്ല അല്ലെ? വെൻ ഐ വാസ് സ്റ്റഡിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു അല്ലേ? ഇല്ലേ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? എന്താണ്? അപ്പൊ അവൻ വന്നു എന്ന് പറയാനാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വന്നത് അല്ലെ? പക്ഷെ ആ സെന്റൻസിന് എന്താണ്? നിലനിൽപ്പുണ്ടോ? അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടോ? വെൻ ഐ വാസ് സ്റ്റഡിങ് എന്ന് പറയുന്നതില് ഇല്ല അല്ലേ? ആ സെന്റൻസിന്റെ കൂടെ ആര് കൂടി വന്നാലാണ് സ്റ്റെബിലിറ്റി ഉള്ളൂ? ഹി അല്ലേ? അതുകൂടി വന്നാൽ മാത്രമാണ് ആ സെന്റൻസിന് അവിടെ സ്റ്റെബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് വരുന്ന ഇത് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് ഇതിനെ വിളിക്കാം. എന്തൊക്കെയാണ് വിളിക്കുന്നത്? മെയിൻ ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കാം അല്ലെ? അതിന് സ്വതന്ത്രമായി നിന്നാൽ പോലും ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആണ്. മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് സെന്റൻസ് ആണ് അല്ലെ? അപ്പൊ ആ സെന്റൻസ് എന്താണ്? അത് മെയിൻ ക്ലോസ് ആണ്. ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഹി കെയിം ആണ്. അത് മെയിൻ ആണ്, പ്രിൻസിപ്പൽ ആണ്, ഇൻഡിപെൻഡന്റും ആണ്. 3 തരത്തിൽ നമുക്ക് അതിനെ പറയാം. പക്ഷേ വെൻ ഐ വാസ് സ്റ്റഡിങ് എന്ന് പറയുന്നത് എന്തല്ല? കംപ്ലീറ്റ് അല്ല അല്ലെ? ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ അത് നിൽക്കുന്നത്? മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്താ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? ഡിപ്പെൻഡന്റ് ക്ലോസ് എന്നും അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. മനസ്സിലായോ? ഡിപ്പെൻഡന്റ് ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും വിളിക്കാം. ഒന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. ക്ലോസിന് സംശയമുള്ളവര് ചോദിക്കൂ. ഇപ്പൊ പറഞ്ഞതിൽ സംശയമുള്ളവര് ചോദിച്ചോളൂ. മാം ഇതൊന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഇത് ഒന്നും കൂടി അല്ലേ? പറയാം. ഞാൻ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. They sat under a tree. അതൊരു tree. After they had walked a very long distance. They sat under a tree. അല്ലേ?
അവരെവിടെയിരുന്നു? ഒരു മരത്തിന്റെ താഴെ. മരത്തിലിരുന്നു അല്ലെ? എപ്പോഴാണ് ഇരുന്നത്? ആഫ്റ്റർ ദേ ഹാഡ് വാക്ക്ഡ് എ വെരി ലോങ് ഡിസ്റ്റൻസ് അല്ലെ? ഒരുപാട് ദൂരം നടന്നതിന് ശേഷമാണ് അവർ എവിടെ ഇരുന്നേക്കണത്? ദേ സാറ്റ് അണ്ടർ എ ട്രീ അല്ലെ? ഒരു എന്താണ് ട്രീയുടെ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നത് അല്ലെ? അപ്പോ ഇതിന് മാത്രം നിൽക്കുകയാണെങ്കിൽ അല്ലെ, ഇത് വേണ്ട. ആഫ്റ്റർ ദേ ഹാഡ് വാക്ക്ഡ് എ വെരി ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളത് മാത്രം നമുക്ക് മാറ്റി കളഞ്ഞാല് ബാക്കി ആരും അവിടെ നിൽക്കുന്നത്? ദേ സാറ്റ് അണ്ടർ എ ട്രീ ആണ് നിൽക്കുന്നത് അല്ലെ? മനസ്സിലായോ? ഞാൻ ഇതങ്ങോട്ട് മാറ്റി കളയണം അല്ലെ? ഇതങ്ങോട്ട് കളഞ്ഞു അല്ലെ? ദേ സാറ്റ് അണ്ടർ എ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു എന്ന് പറയുന്നത് ആ സെന്റൻസ് കംപ്ലീറ്റ് ആണോ അല്ലയോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അർത്ഥം എന്തെങ്കിലും ചോദിക്കാനുണ്ടാവോ? അവരെവിടെ ഇരുന്നു? ഉത്തരം കിട്ടിയല്ലേ? മരത്തിന്റെ അടിയിലാണ് ഇരുന്നത് അല്ലെ? ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ? പക്ഷേ ഇത് മാത്രം നിൽക്കുകയാണെങ്കിലോ? വായിച്ചേ. ആഫ്റ്റർ had walked a very long distance. വെരി ലോങ് ഡിസ്റ്റൻസ് അല്ലെ? എപ്പോ ഒരുപാട് ദൂരം നടന്നതിന് ശേഷമാണ് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ് there? അല്ലെ? എന്ത് സംഭവിച്ചു നമുക്കറിയാമോ? എന്താ സംഭവിച്ചതെന്ന്? ഇല്ല അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ എഴുതിയാണ് എന്താണ്? They sat under a tree അല്ലെ? ഉത്തരം കിട്ടിയാ? നമുക്ക്. അപ്പോ ഈ സെന്റൻസ് ആരാശ്രയിച്ചാ നിൽക്കുന്നത്? മോളിലത്തെ സെന്റൻസിനെ അല്ലെ? ഞാൻ ഇപ്പൊ എഴുതിയ സെന്റൻസിനെ ആശ്രയിച്ചല്ലേ നിൽക്കുന്നത്? അപ്പൊ ഈ സെന്റൻസ് താഴെ എഴുതിയാക്കണം. ഈ സെന്റൻസ് ഇൻഡിപെൻഡന്റ് ആണോ ഡിപ്പെൻഡ് ആണോ? ആഫ്റ്റർ ദേ ഹാഡ് അല്ലെ? ഡിപ്പെൻഡ് ആണ്. അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആണ്. അതിന്റെ നേരെ താഴെ അല്ലെ? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇതാണെങ്കിലോ ഇൻഡിപെൻഡന്റ് ആണ്. എങ്ങനെ നിന്നാലും ഒരു കുഴപ്പമില്ല അല്ലെ? ഇൻഡിപെൻഡന്റ് ആണ്. ഇത് എന്നാണിത്? മെയിൻ ആണ് അല്ലെ? മെയിൻ ക്ലോസ് ആണ്. പിന്നെ എന്തുകൂടിയാണിത്? മെയിൻ ആണ്, പ്രിൻസിപ്പൽ ക്ലോസ് ആണ് അല്ലെ? ഏറ്റവും ഒരു സെന്റൻസ് ഏറ്റവും വലിയൊരു പദവി പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെ? ഇത്രയാണ് കാര്യങ്ങൾ. ഇനിയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? സുരഭി ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? പത്ത് ക്ലാസ്സിൽ കാണാം കേട്ടോ. മിനോയ് Okay, ma'am. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ. മേഡം ഇതിന്റെ നോട്ട് ഒന്ന് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരുമോ മേഡം? തീർച്ചയായും തരും കേട്ടോ. നാളെ കിട്ടും കേട്ടോ നോട്ട്. ഓക്കെ. മേഡം വൈഫൈ ആണോ ഉപയോഗിക്കണേ? ഏ മേഡം വൈഫൈ